തോറ്റാലും ജയിച്ചാലും നിങ്ങൾ ഞങ്ങളുടെ ചങ്കിലാണെന്ന് പറയുന്ന ആരാധകരുടെയും ടീമുകളുടെയും വർഷം 2025. ഞാൻ വെറുതെ അങ്ങ് തള്ളുന്നതല്ല കേട്ടോ, കുറച്ച് കണക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ PSG കൂടെ ആ ഒരു കിരീടത്തിൽ മുത്തമിട്ട് കഴിഞ്ഞാൽ കാത്തിരിപ്പുകൾക്ക് ഫലം കാണുന്ന വർഷമായിട്ട് 2025 മാറാണ്. കുറച്ച് കണക്കുകളിലേക്ക് നോക്കാം. ഒന്ന്, 120 വർഷം പഴക്കമുള്ള ഒരു കാത്തിരിപ്പാണ്. 120 വർഷമായിട്ട് ഒരു മേജർ ടൂർണമെന്റിന് വേണ്ടി കാത്തിരുന്ന് ക്രിസ്റ്റൽ പാലസ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഫൈനലിൽ പരാജയപ്പെടുത്തി FA കപ്പിൽ മുത്തമിട്ടത് 2025. 15 വർഷമായിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും ഒരു കിരീടമില്ലാത്തതിന്റെ സങ്കടം ഹാരി കെയ്നും പൂർത്തിയാക്കുകയാണ്. ബയേൺ മ്യൂണിക്കിന് വേണ്ടിയിട്ട് ബുണ്ടസ്ലീഗ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. 100 വർഷത്തോളം കാത്തിരുന്ന് ഡച്ച് ലീഗ് കിരീടം നേടിയിരിക്കുകയാണ് ഗോ എഹെഡ് ഈഗിൾസ്. കഴിഞ്ഞിട്ടില്ല, 17 വർഷം കഴിഞ്ഞ ഒരു ലീഗ് കിരീടം നേടുകയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പൂർ. അതുപോലെ 51 വർഷം കഴിഞ്ഞ ഒരു പ്രധാന ടൈറ്റിൽ നേടുകയാണ് ബൊളോഗ്ന പോലുള്ള ടീമുകൾ. ഇങ്ങനെ ഒരുപാട് ടീമുകളുടെ തിരിച്ചുവരവിന്റെ സന്തോഷത്തിന്റെ സെലിബ്രേഷന്റെ ആഘോഷത്തിന്റെ വർഷം കൂടിയാണ് 2025. ഇന്ന് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ PSG നേടിക്കഴിഞ്ഞാൽ ആദ്യമായ ഒരു കിരീടത്തിലേക്ക് PSG മുത്തമിടാൻ കഴിയും. ഇനി ഇന്റർ മിലാനാണ് നേടുന്നതെങ്കിലും 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ടീമും കിരീടത്തിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ കാത്തിരിപ്പുകൾക്ക് ഉത്തരം കിട്ടുന്ന വർഷം തന്നെയാണ് 2025 എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഇന്ത്യൻ പ്രീമിയർ ലീഗിലും 2 ടീമുകൾ കാത്തിരിപ്പോടുകൂടി ഒരു ഫൈനലിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തോണ്ടേയിരിക്കുകയാണ്. ഒരു ടീം ഫൈനലിൽ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 18 വർഷത്തിനൊടുവിൽ കിരീടത്തിൽ മുത്തമിടാൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മറ്റൊരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മുംബൈക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ജയിച്ച് ഫൈനലിലേക്ക് എത്തി 18 വർഷത്തിനിടയിൽ അവരുടെ രണ്ടാമത്തെ ഫൈനലും അതുപോലെ ടീമിന്റെ ആദ്യത്തെ കപ്പിലേക്ക് ഇറങ്ങുന്ന പഞ്ചാബ് കിങ്സ്. ഇവരിൽ ഒരാൾക്ക് ആ കിരീടം സ്വന്തമാക്കാൻ പറ്റുമോ? ഇവരിൽ ഒരാളെ പോലെ മറ്റൊരാൾ കൂടിയുണ്ട്. 18 വർഷമായി ആ കിരീടത്തിന് ഏറ്റവും അർഹനായ പേര് സാക്ഷാൽ കിങ് വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയുടെ ആ ഒരു വരൾച്ചയ്ക്ക് IPL കിരീടം ഇല്ല എന്നുള്ള ഒരു സങ്കടത്തിന് ഉത്തരം തരാൻ 2025 കഴിയും. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഈ 2025 ലോകത്തുള്ള പല ടൂർണമെന്റുകളിലും പല ടീമുകളുടെയും ആരാധകരുടെയും സങ്കടം തുടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IPL-ലും ഏതോ ഒരു കൂട്ടർ ആ ഒരു സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ വഴിയെ കാണാം. കാരണം ഒരു സൈഡിൽ അവരുമുണ്ട്, മുംബൈ ഇന്ത്യൻസ്. എന്തായാലും നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ പോരട്ടെ. PSG, RCB, പഞ്ചാബ് കിങ്സ്, കിങ് കോഹ്ലി, ഇവരിൽ ആരായിരിക്കും സന്തോഷിക്കാൻ പോകുന്നത് 2025 പുതിയ ചരിത്രത്തിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് എൻ്റർ ആകാൻ പോകുന്നത്? അതോ ഇവരാരും എൻ്റർ ആകില്ലേ? കമന്റ് ബോക്സ് പറയട്ടെ.